വല്യാപ്പിമാൻ ഇതായി പോണത് ജാഥ കാണാനാണ് കേട്ടോ. പടക്കം പൊട്ടണേ ചെണ്ട കൊട്ടണൊക്കെ സൗണ്ട് കേട്ടപ്പോഴാണ് ജാഥ വരുന്നുണ്ട് മനസ്സിലായത്. അപ്പോൾ അത് ടാറ്റയൊക്കെ പറഞ്ഞ് അവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേട്ടെങ്കിൽ പേടിയാവുമെന്ന് അറിയില്ല. ഇവിടെ ഈ ഒരു റോഡ് കഴിഞ്ഞിട്ട് അപ്പുറം ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഇങ്ങനെ നേരെ നടന്നു പോന്നാൽ ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ അതിൻ്റെ അവിടേക്ക് ഇങ്ങനെ റോഡാണ് കേട്ടോ. ആ റോഡിലൂടെയാണ് ഇപ്പോൾ ജാഥ വരുന്നത്. അപ്പോൾ അവരത് ടാറ്റയ്ക്ക് ഇതൊന്ന് പോയി. അപ്പോഴാണ് തുത്തു എന്നെ വീഡിയോ കോൾ ചെയ്തത്. തുത്തു വീഡിയോ കോൾ ചെയ്തപ്പോൾ അവിടെ നീനു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമായി. അപ്പോൾ തുത്തോക്ക് റെയിനുട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ 2 ദിവസം മുമ്പ്. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തുത്തൂൻ്റെ അടുത്ത് ഓള് ചെല്ലുമ്പോൾ എനിക്കൊരു പ്രത്യേക സമാധാനമാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നല്ല ഗീ റൈസും ബീഫ് കറിയൊക്കെ തുത്തു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് അവൾ മടങ്ങിയത്. പിന്നെ ഇന്ന് വൈകുന്നേരം മോളൂൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഇതുമൂനെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതുമൂന് മാത്രമല്ല മോളും ഐറൂസ് എല്ലാവരും കൂടെ അത് പോയിട്ടുണ്ടായിരുന്നു. ഇതുമൂന് ഓക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രിക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് നല്ല നെയ്ച്ചോറാണ് വാങ്ങിയത്. അപ്പോൾ ഇതും പറഞ്ഞതാണ് അത്ര നെയ്ച്ചോറ് മതി, ബിരിയാണി വേണ്ടത്. അങ്ങനെ നെയ്ച്ചോറും പിന്നെ ലിവറിൻ്റെ കറി ഉണ്ടല്ലോ, ലിവറിൻ്റെ കറി വാങ്ങി. പിന്നെ അതിലേക്ക് മയോണൈസ് ഇങ്ങനെ കണ്ടപ്പോൾ എന്തിനപ്പോൾ മയോണൈസ് എന്ന് വിചാരിച്ചു. അപ്പോഴാണ് മോള് പറഞ്ഞത് അൽഫാം ഉണ്ട്, അതിക്കായിരിക്കും മയോണൈസ് എന്ന്. പിന്നെ പൊറാട്ട ഉണ്ട്, തൈരുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. തൈരും അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ പൊറാട്ട കണ്ടപ്പോൾ ഇതും അതിൽ നിന്ന് ഒരു പീസൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നേരെ ആദ്യം ഐറൂസിന് ചോറ് കൊടുക്കുക. ഐറൂസിന് തിരക്ക് കിട്ടോ കണ്ടില്ല, അതിൻ്റെ പാത്രത്തിൻ്റെ അടുത്തുനിന്ന് കിട്ട് മാറുന്നില്ല. അപ്പോൾ ഓന് നെയ്ച്ചോറായാലും ചോറായാലും ഒക്കെ ഇപ്പം പപ്പടം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ പപ്പടം എന്നുള്ളതിന് അവൻ എന്താ പറയാറോ, വട്ടപ്പൂ എന്നൊക്കെ പറയാം. അപ്പോൾ അവൻ ഞാൻ 2 പപ്പടം പൊരിച്ച് കൊടുത്ത് അതൊക്കെ ഇരുന്നിട്ട് അവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമൂന്ന് വാങ്ങി കൊടുത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കട്ടോ. അവൾ അതിൻ്റെ ഭയങ്കര ത്രില്ലില്ല. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്നാണ്. കാരണം ഓക്കെ ഞാൻ ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ കുഞ്ഞു കുഞ്ഞു ഡാൻസും കലാപരിപാടികളും അവിടെ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഇടാന്ന് കരുതിയിട്ട് ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലിടാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേര് ലൗലി ഹിദൂസ് എന്നാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഏതായാലും ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും ഇടാൻ. കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും പിന്നെ ഇതുമൂന്ന് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം നോക്കുക ആ ഒരു അൺബോക്സ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്ക് ചോറും പിന്നെ കറി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കറി കൂട്ടി അങ്ങനെ എരിവുള്ളതൊന്നും അങ്ങനെ വല്ലാണ്ട് കഴിക്കില്ല. പിന്നെ അൽഫാമിന് കഷ്ണം തൈരും കൊടുത്തു. അതെടുത്ത് അവൾ പോയി. പിന്നാലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനുള്ള ചോറാണ് ഞാൻ വിളമ്പണത്. ചോറും പിന്നെ മുപ്പർക്ക് കറിയും ഒക്കെ കൂട്ടിയിട്ട് ഒരു കഷ്ണം ചിക്കനെ കൊടുത്ത് മുപ്പർക്കും കൊടുത്തിട്ട് ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് എന്താ അറിയില്ല അങ്ങനെ വിശക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് കഴിക്കുന്നുണ്ട്. മക്കളൊക്കെ അവിടെ ഇരുന്ന് ഫോണൊക്കെ കണ്ട് ഇങ്ങനെ ഐറൂസ് കഴിക്കുന്നുണ്ട്. പിന്നെ ഐറൂസിന് കൊടുത്തതിന് ശേഷമാണ് മോള് കഴിച്ചത്. പിന്നെ അവരൊരു 10-11 മണിയൊക്കെ ആയപ്പം മോളും ഐറൂസൊക്കെ തിരിച്ചു പോയിട്ടോ.